ശരീരത്തിൻ്റെ 49% കരിച്ചുകളഞ്ഞ അഗ്നിബാധ സമ്മാനിച്ച വേദനയേക്കാൾ വലിയ നീറ്റലിലാണ് അയ്യപ്പനിപ്പോൾ. 7 വർഷം പണിയെടുത്ത കമ്പനി പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, കേസിൽ കുടുക്കി വലക്കുകയാണെന്ന് ഇദ്ദേഹം പറയുന്നു. ക്ലീനിംഗ് കമ്പനി ജീവനക്കാരനായ അയ്യപ്പന് ഏപ്രിൽ 28-നാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. ഒരു വീടിൻ്റെ തറ പെട്രോൾ ഒഴിച്ച് വൃത്തിയാക്കുന്ന ജോലിക്കിടെ മെഷീനിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് തീ പടരുകയായിരുന്നു. അയ്യപ്പനടക്കം 3 പേർക്ക് അന്ന് പൊള്ളലേറ്റു. മറ്റു 2 പേർ ഫ്രീ വിസക്കാരായതിനാൽ കമ്പനിക്ക് ഉത്തരവാദിത്തമില്ലായിരുന്നു. കൈക്കും അരക്ക് കീഴ്പോട്ടും ഗുരുതരമായി പൊള്ളലേറ്റ അയ്യപ്പൻ 3 മാസത്തോളം മസ്കത്ത് ഹൗല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഏകദേശം 7 ലക്ഷത്തോളം രൂപ ആശുപത്രി ചെലവ് വന്നതുപോലും വഹിക്കാൻ കമ്പനി തയ്യാറായില്ല. പകരം കമ്പനി അറിയാതെ സ്ഥാപനത്തിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്തെന്നും കമ്പനിക്ക് നഷ്ടമുണ്ടാക്കിയെന്നും ആരോപിച്ചാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതേസമയം കമ്പനിയുടെ ഫോർമാൻ്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ജോലിക്ക് പോയതെന്ന് അയ്യപ്പൻ വിശദീകരിക്കുന്നു. അപകടത്തിന് ശേഷം ശമ്പളവും കമ്പനി തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതിനാൽ തുടർ ചികിത്സയ്ക്കും വകയില്ല. 7 மாதமாச்சு. நான் நாட்டுக்கு போகணும். எனக்கு ட்ரீட்மெண்ட் இருக்குது. நம்ம ட்ரீட்மெண்ட் பாக்கி இருக்குது. அது நாட்டில் போய் நான் ட்ரீட்மெண்ட் എടുക്കണം. നാട്ടിൽ ഭാര്യയും 3 മക്കളുമുള്ള അയ്യപ്പൻ തനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്തി ചികിത്സ തുടരാൻ സൗകര്യമൊരുക്കണമെന്നാണ് മസ്കത്ത് ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജീവനക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ പോലും നൽകാതിരുന്ന കമ്പനിയുടെ വീഴ്ച ചൂണ്ടിക്കാട്ടി അയ്യപ്പനു വേണ്ടി നിയമ പോരാട്ടം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്ന് എംബസി അഭിഭാഷകൻ MK പ്രസാദ് അറിയിച്ചു. പല ഗൾഫ് രാജ്യങ്ങളിലും തൊഴിലാളികൾക്ക് ചികിത്സാ ഇൻഷുറൻസ് നിർബന്ധമാണ്. ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ പൂർണ്ണമായും സ്പോൺസറുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇത്തരം പരിരക്ഷാ നിയമങ്ങൾ പലപ്പോഴും കാറ്റിൽ പറത്തുന്നത് അയ്യപ്പനെ പോലുള്ള നിരവധി ജീവിക്കുന്ന രക്തസാക്ഷികളെയാണ് സൃഷ്ടിക്കുന്നത്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.